ആ ഇവിടെ എടുത്ത് വേഗം വാ. അല്ല ഒന്ന് മാറി ആ കാര്യമുണ്ട്. നമസ്കാരം. നമസ്തേ ജി. ഇവിടെ ഒരു ഒപ്പിട്ടെ. അറിയാലോ, പരാതി കിട്ടാതെ നിങ്ങളുടെ പാർട്ടി ഇടപെടില്ലല്ലോ. ഓ ഇവിടെ താഴെ. അതെ, അജി നമ്മുടെ സേനയിലുള്ള ആളാണോ? എടോ, താൻ സേനയിലെ അംഗമാണോന്ന്? നാവികസേന, കരസേന, അങ്ങനത്തെ. എടോ, താൻ BRS അംഗമാണോന്ന്? അതിനെന്തിനാ താൻ അയ്യോ പറയുന്നത്? എന്താ അരവിന്ദ്? അയ്യോ അത് അങ്ങനെ പറഞ്ഞല്ല. ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും അംഗമുള്ള നേതാവേ. നേതാവാ? അതെ, 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ഈ കാലത്ത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നും ആ കുട്ടിയെ തടവിൽ പാർപ്പിച്ചെന്നൊക്കെ പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും വിശ്വസിക്കാൻ. ചേട്ടൻ വിശ്വസിക്കേണ്ട ചേട്ടാ, ഇതൊന്നും ഞങ്ങള് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അന്വേഷിക്കാനും പറഞ്ഞല്ല പോരെ. നീ എവിടെ ഇരുന്നേ? ചേട്ടാ, ഇവന്റെ അനിയൻ അറിയാം ഞങ്ങളുടെ കൊച്ചു എവിടെ ഉണ്ടെന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ കിട്ടണം. പെങ്കൊച്ചേട്ടാ, ചേട്ടന്റെ മോളെ കാണാതെ വേങ്ങി ചേട്ടൻ ഇങ്ങനെ സംസാരിക്കും. സംസാരിക്കും. എന്നിട്ട് വെറുതെ ന്യായം പറയുന്നു. താനാ സിറ്റി മോട്ടോഴ്സിലാണല്ലേ? അനിയൻ ആ കുട്ടിയായിട്ട് അടുപ്പത്തിലായിരുന്നു. നിങ്ങൾ സംസാരിക്കണം, ഞാൻ നോക്കാം. അരവിന്ദ് നോക്കിക്കോളൂ അത്. ശരി ശരി. ആ എത്ര വട്ടം ഞാൻ ചോദിച്ചില്ല, എന്നിട്ട് കള്ളം പറയുന്നോടാ. നീ ഇങ്ങനെയൊന്ന് കരഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമില്ല. ആർക്കാ അറിയോ ഇങ്ങനെയുള്ള കരച്ചിലേക്ക് ഞാൻ കുറെ കണ്ടിട്ടുള്ള. രുചി എന്താടാ? ഒന്നുമില്ല. എടാ എന്താടാ നിന്നെ തല്ലിയ? ഇല്ല, കുഴപ്പമില്ല. ആർബി നിങ്ങൾ ചെറുക്കനെ തല്ലിയോ? അരവിന്ദായത് ചുമ്മാ കളിയല്ല, ഞങ്ങളുടെ പെങ്കുച്ചനെ കാണാതെ പോയി കളിക്കേണ്ട കളിയാണോ? എടാ നിന്നെ തല്ലിയോന്ന്? ഒന്നടിച്ച്, കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. അങ്ങനെ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല സഖാവേ. തല്ലാൻ പാടില്ലായിരുന്നു. ഓ, എന്തിന്റെ പേരിലായാലും ഇതിന്റെ അകത്ത് വെച്ച് ആരും ചെറുക്കനെ ഒന്നും ചെയ്യാൻ പാടില്ല. തല്ലിയത് ഒട്ടും ശരിയായില്ല. അകത്തല്ലോ, പുറത്തല്ലേ. ഞാനിവിടെ പാർട്ടിക്കാരനായിട്ടല്ല വന്നേക്കുന്നത്. ഞങ്ങളുടെ പെങ്കുച്ചനെ ഇവനുണ്ടല്ലോ. ഇവൻ ഉടായിപ്പ അരവിന്ദാ, റാണിമോളുടെ ചിറ്റപ്പൻ്റെ മോളാ. അറിയാം അരവിന്ദന്, അറിയാം അരവിന്ദ. രാവിലെ പാല് മേടിച്ചോണ്ട് വന്നപ്പോഴാ കൊച്ചിനെ കാണാനില്ലെന്ന് പറയുന്നത്. ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള റാണിമോളെ. ഞങ്ങളുടെ കൊച്ചെവിടെയാന്ന് നിങ്ങൾക്ക് അറിയണം, അല്ലാതെ നിങ്ങൾ മറ്റേ പക്ഷം കൂടുതലേ ഉണ്ട്. ഒരു പക്ഷം ഇല്ല ആർബി. ഞാനൊന്ന് പറയട്ടെ അരവിന്ദ, അങ്ങനെ ഇടയക്കാറാതെ. ഞാൻ ഇവനെക്കുറിച്ച് കംപ്ലീറ്റ് തിരക്കി. കൊച്ചിൻ്റെ വിഷയത്തിൽ ഇവൻ്റെ പേര് കണ്ടതേ ഞാൻ റേഷൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെ ഇവൻ്റെയൊക്കെ പൊക്കി. അതറിയോ, ഞാൻ ലോക്കൽ കമ്മിറ്റിയിലെ ശ്രീകുമാറിനെ വിളിച്ചു, അവിടെ നിന്ന് ബ്രാഞ്ചിലെ ബിജുവിനെ വിളിച്ചു, പിന്നെ വാർഡ് മെമ്പർ ഇടിബിനുവിനെ വിളിച്ചു. അത് ഞങ്ങളുടെ പാർട്ടിക്കാരനാ. ഇവന് നാട്ടിൽ വേറെ പ്രേമം ഉണ്ടരവിന്ദാ? ഇല്ലടാ, നിനക്ക് വേറെ പ്രേമമില്ലേ? ഇല്ലടാ, പറടാ. ഇവൻ ഫ്രോഡാ ഇവൻ. ഇല്ലടാ, ഇവന് നാട്ടിൽ വേറെ പ്രേമമുണ്ട്, പറടാ. ഇല്ലേ? ആ, നാട്ടിലാ. അതാര്? ആരടാ പറയടാ. ഇവൻ ഫ്രോഡാ, ഇവൻ നിൽക്കുന്ന കണ്ടില്ലേ? അല്ല, അത് പക്ഷെ സീരിയസ് ആയിട്ടൊന്നും അല്ല. സീരിയസ് അതിൽ നിങ്ങൾ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് എന്താ കാര്യം? പിന്നെ ഇമോഷണൽ ആകാതെ തന്നെ വളരിക്കപ്പെട്ട ഒരു പെൺകൊച്ചിനൊക്കെ കടത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പെരുമാറില്ല ആർബി. ഞാൻ നല്ല രീതിക്ക് പറയും. ഞാൻ ചീത്ത രീതിക്ക് പറയുവാ. അതെ, നിങ്ങളതിൽ ഉള്ളതല്ലേ ഇറക്കാൻ പറ്റുള്ളൂ. സഖാവ ചുമ്മാ രാഷ്ട്രീയം കലർത്തല്ലേ. ഇതൊരു ചെറുപ്പക്കാരന്റെ ഭാവിയുടെ പ്രശ്നം. എന്ത് ഭാവി? പെണ്ണിന് ഭാവിയില്ലേ? സത്യം പറയടാ. എടാ കൊച്ചനെ, ഞങ്ങളുടെ കൊച്ചാരുടെ രസമില്ല. കെട്ടാനാണ് എനിക്ക് കിട്ടിച്ചേരാ. പെണ്ണവിടെ എങ്ങനെയൊന്നുമില്ലെന്ന്. പിന്നെ എങ്ങനെയാ കല്യാണ സാരി നിന്റെ ഷട്ടമുണ്ടൊക്കെ ഓട്ടോയിൽ വന്നേ? അറിയില്ല, ഇവനെ കെട്ടാനാണ് ഞാൻ ചുറ്റുപ്പനോട് സംസാരിക്കാം, അല്ലാതെ ഇവന്റെ അടവുകളിയൊന്നും ഇവിടെ നടക്കത്തില്ല. അല്ലേട്ടാ, അത് വേറെ കല്യാണം. സത്യം പറടാ, ഞങ്ങളുടെ കൊച്ചവിടെ പറഞ്ഞേ, ഞങ്ങളുടെ കൊച്ചവിടെ. എന്തിനാ പിള്ളേരെ അവിടെ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല, എല്ലാം നമ്മൾ ആൾക്കാരാണ്. ആർക്ക് കുഴപ്പമില്ലെന്ന് നമ്പർക്കാ, എനിക്ക് കുഴപ്പമുണ്ട്. എന്റെ പിള്ളേരെ തറഞ്ഞു വെച്ചിട്ടും അണ്ണാ എന്തിയാ അവരെന്തിയാ എന്റെ ചെറുക്കലെന്ത് ചെയ്യുന്നു? മോത്തൊക്കെ പിടിച്ച് അടിച്ചെന്ന് വരും. ചേട്ടാ ഇരിക്ക് ചേട്ടാ, നമുക്ക് സമാധാനത്തിൽ എന്റെ കൊച്ചിന് തലയായിട്ട് ഇരിക്കാനാ? അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയില്ലെങ്കിലേ ഉണ്ടെങ്കിലേ എന്നാ പറയും? എന്നാ വിചാരണ നീക്ക് എന്റെ പിള്ളേരെ തറഞ്ഞു വെച്ചിട്ട് ചെയ്യണേ? സാർ ഇരിക്കും സാർ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഒരു ഇരിപ്പിനുമില്ല, ഒന്ന് സംസാരിക്കാനുമില്ല. അങ്ങനെ പറഞ്ഞ ഹലോ, പെണ്ണുപിടുത്തക്കാരെ മക്കളുണ്ടായാലേ തല്ലും കൊള്ളും, ചിലപ്പോ തടഞ്ഞു വെക്കും.
ചേട്ടാ കാര്യം പറഞ്ഞിട്ട് സംസാരിക്കും. ചേട്ടാ അവരുടെ കാര്യം മനസ്സിലാക്കരുത് കേട്ടോ. സംസാരിക്കട്ടെ, അവര് സംസാരിക്കട്ടെ. പറ, അവര് പറഞ്ഞു നിൽക്ക്. അല്ല പറ, കാര്യം എന്താ വെച്ചാ പറ. പറയടാ. അതെ ദേ ഇടപെടാന്ന് വിളിക്കാൻ സംസാരിച്ച് തീർക്കാലോ. സാറിന്റെ മകൻ വിജീഷും ഇദ്ദേഹത്തിന്റെ മകൾ റാണിയും തമ്മിൽ പ്രേമത്തിലായിരുന്നെന്നും ഇന്ന് രാവിലെ മുതൽ റാണിയെ കാണാനില്ലെന്നും അതിന് ഉത്തരവാദി ഈ വിജീഷാണെന്നും പറഞ്ഞ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സംസാരമാണ് ഇവിടെ നടക്കുന്നത്. മതി, ഇനി സംസാരമൊക്കെ അങ്ങ് നിർത്ത. ആരുടെ മോളാന്നാ പറഞ്ഞ? ഇവരുടെ നിന്റെ മോളാണ്ടാ? അത് എന്റെ മോളെ നിന്റെ മോൻ തട്ടിക്കൊണ്ടുപോയത്. നിന്റെ മോളെ എല്ലാവർക്കും പ്രേമിച്ചെന്നിരിക്കും. എന്ന് വെച്ചാൽ അവര് തടഞ്ഞു നോക്കണം. നീ ഫോൺ കിട്ടിയടാ ജി. ഈ നേരത്തെ അവിടെ ആരാണെങ്കിൽ സ്പീക്കർ സംസാരിക്കാം. ഈ തന്തക്കാരെ അണ്ണാന്ന് വിളിക്കുന്നത് പാപ്പില. മക്കളെ ചേച്ചല്ലേ, എടുക്ക്, എന്തായാലും ഫോൺ എടുക്ക്. ഒന്ന് എടുക്കുന്നേ. ഹലോ ഹലോ, എവിടെയാടാ ഇത്? ഒന്ന് വിളിച്ച ഫോൺ എടുത്തൂടെ? അണ്ണനെ വിളിച്ചാലും എടുക്കേല, മക്കളെ വിളിച്ചാലും എടുക്കേല. എന്താ അമ്മേ? എടാ അവനെന്തേ? അവനോട് ഉണ്ട്. നിങ്ങള് വീട്ടിലോട്ട് വന്നേ. എന്തേ? എടാ ഒരു പെണ്ണിവിടെ ഒന്ന് നിക്കണ്ട. നിന്റെയൊക്കെ പെണ്ണെ കൊണ്ടുപോക്കോ. ഇതേത് പെണ്ണ്? എന്റെ കൊച്ചെന്തേന്ന്? ഇതല്ലേ നീ കളിക്കണോ? എല്ലാത്തിനും ബാധ്യത കേട്ടോ. അണ്ണാ, ഇത് നമ്മള് ചാടിക്കാന്ന് പ്ലാൻ ചെയ്ത കുട്ടി കാവ്യ. ഞാൻ കെട്ടാൻ പോകുന്നു. നായര എന്താ അണ്ണ കാര്യം? ഏതാ ഈ പെങ്കൊച്ചി? കാര്യം പറയടാ. ഇവരെ എന്താ വേണ്ടേ? ഞങ്ങളുടെ കാര്യം എന്താന്ന് ഞാൻ പറയാം. ഞങ്ങളുടെ പെങ്കൊച്ചിനെ നിങ്ങളുടെ ഇളയിറക്കൻ ഈ നിൽക്കുന്നവൻ കടത്തിക്കൊണ്ടുപോയി. മനസ്സിലായില്ലേ? ഇത് ഞങ്ങളുടെ പെങ്കൊച്ചല്ല. ഞങ്ങളുടെ പെങ്കൊച്ച എവിടെയാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഈ പെങ്കൊച്ച അത് ശരി, കണ്ടിട്ട് മനസ്സിലായി, പിന്നെ കേട്ടാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. ബെസ്റ്റ് ഫാമിലി. ഇത് കാവ്യ എന്റെ കൂടെ ഇറങ്ങി വന്നാ. ഞാൻ കെട്ടാൻ പോണതാ. എന്താ ഇവിടെ വയനാട്ടിയാ നായര? നോക്കിക്കാ കാലി വേടി. അമ്മ അനുഗ്രഹിക്കണം. അങ്ങോട്ട് നോക്കണ്ട, അണ്ണ നേരത്തെ അനുഗ്രഹിച്ചതാ. ഇത് ഞാൻ പുടവ കൊടുക്കാൻ പോണ പെണ്ണ്. ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവന്നാ. എന്താ? നിന്റെ കൂടെ ഇറങ്ങി വന്നത് ഇവള്. ഇവന്റെ കൂടെ ഇറങ്ങി വന്ന എന്റെ മോളെന്തേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് സന്ധ്യക്ക് മുമ്പ് എന്റെ മോളെന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ തന്തേനും തള്ളേനും രണ്ട് പിഴച്ച മക്കളെ ഞാൻ വായടച്ചോണം. വീട്ടിൽ സ്വീകരിച്ച ശീലം ആണാണേലും പെണ്ണാണേലും വീട്ടിൽ വന്ന് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് കേറി വന്നപ്പോ ഗേറ്റ് തുറന്നിട്ടില്ലേ? അതിങ്ങോട്ട് കേറി വരാൻ വേണ്ടിയാ. ഇനി ഞാൻ ആ ഗേറ്റ് അങ്ങ് അടയ്ക്കും. എന്തിനാന്നറിയാവോ? നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി. ഇറങ്ങി പോണോ ഇവിടെ? എനിക്ക് ഗേറ്റ് പൂട്ടണം. പൂട്ടേണ്ടത് ഗേറ്റ് അല്ല, നിങ്ങളുടെ രണ്ട് മക്കളെയാണ്. ഇല്ലെങ്കിൽ നാട്ടുകാർ പൂട്ടും. നിർത്തതാവേ, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കല്ലേ. കുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കേസ് പെണ്ണ് കേസാ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. മോളെ ഇതുകൊണ്ട് പേടിക്കുന്നു വേണ്ട. മോളങ്ങ് മാറിയുന്നു. ആർബി, ഞാനല്ലേ പറയുന്നത്, നമുക്ക് അന്വേഷിക്കാം. തൽക്കാലം നിങ്ങളൊന്ന് പോ, അന്വേഷിക്കാമെന്ന്. എടാ വിജീഷേ, ഇന്ന് രാത്രിക്കും എന്റെ പെങ്ങളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരാങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ എല്ലാം ഞാൻ ചെയ്യും. അമ്മ സത്യം നോക്കോ. പറഞ്ഞ മനസ്സിലായി. രാവിലെ ഈ രാത്രി പെണ്ണും തമ്മിൽ എന്താണ് ബന്ധം? ചേച്ചിക്ക് കഥയൊക്കെ പറയാൻ പറ്റും. ചേച്ചിക്ക് രണ്ട് ആമ്പിളേരാണ്. കാണാതെ ഇത് എന്റെ പെങ്ങളാണ് ചേച്ചി. നിന്റെ പെങ്ങള് എന്റെ മോന്റെ അടുത്തുണ്ടെങ്കിൽ ഇവൻ തന്നെ അവളെ നിന്റെ അടുത്തോടെ നാക്കും. അഥവാ ഇവൻ കാരണം നിന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ ഇവനെ ഞാൻ തന്നെ നിന്റെ മുന്നിൽ കിട്ടുകയാങ്ങോട്ട്. നീ കൊണ്ടേ തല്ലിയ കൊല്ല എന്ത് വേണമെങ്കിലും ചെയ്യും. ആർബി സാഹവേ, ചേച്ചി പറഞ്ഞ കേട്ടില്ലേ? എല്ലാവരും ഒന്ന് സഹകരിക്കണം. എല്ലാവരും ഒന്ന് പോയി തരണം. ഒന്ന് സഹകരിക്കണം. നമുക്ക് അന്വേഷിക്കാന്നേ. എന്തായാലും അന്വേഷിക്കാം. അവന്റെ